അയാൾ ബാഗിൽ എപ്പോഴും കോണ്ടം പാക്കറ്റ് കരുതിയിട്ടാണ് പോവുക. ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല. കാരണം സ്വന്തമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോൾ എന്തിനാ അത് വെറുതെ കരുതുന്നത്. അതേപോലെ തന്നെ അയാളെ ഫോണിലേക്ക് കുറേ പേരെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോണ്ടാക്ട് ചെയ്തിരുന്ന ലേഡീസിന്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു. അയാൾ എപ്പോഴും ഫിസിക്കലി ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യായിരുന്നു. അവൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് മറ്റു പല ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ആരോപണമൊക്കെ പറയുമായിരുന്നു. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് എലങ്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ചിലപ്പോൾ ന്യൂസ് ചാനൽസ് വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അറിയാത്തവരും കാണും. അറിഞ്ഞവർക്കും അറിയാത്തവർക്കും ഒക്കെ ആയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. വാർത്താ ചാനലുകൾ വഴി നിങ്ങൾ അറിഞ്ഞതിനെക്കാട്ടിലും ഒരു പൊടിക്ക് മേളിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ആദ്യമേ കാണിക്കാം. പ്രത്യേകിച്ച് ഈ മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ, ഒരു ചാനലിൽ വന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നു. ഏകദേശം ഇതുമൊക്കെ ആയിട്ട് സാമ്യമുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റാന്നിയിലെ ഒരു പ്രശ്നം, അതായത് കല്യാണം കഴിഞ്ഞ വെരി നെക്സ്റ്റ് ഡേ ഭാര്യയെ പറ്റിച്ച് ഭർത്താവ് പുറത്തേക്ക് പോയ ഒരു വിഷയം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബ്രൂട്ടൽ ആയിട്ടുള്ള, അങ്ങനെ തന്നെ പറയണം, അങ്ങനെ ഒരു കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മരണം അല്ലെങ്കിൽ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ പെൺകുട്ടി മരിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവ്, അത് നിങ്ങൾ വാർത്താ ചാനലുകൾ വഴി അറിഞ്ഞതിനെക്കാട്ടിലും കുറച്ച് ക്രൂരനാണ് ഈ ഒരു ഭർത്താവ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പെൺകുട്ടിയുടെ, മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന ഒരു പോയിന്റ് അത് നിങ്ങളൊന്ന് കേൾക്കൂ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഒരു ദിവസം മറ്റേ അവളെ കൂട്ടുകാരി ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോ ഇവളെ മുഖത്തൊരു പാട് കണ്ടു. അത് അടിച്ച പാടാണ്. അതിപ്പോഴാണ് ഞാൻ അറിയണത്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ അവളെ പോയി സ്വർണം പോരാന്നുള്ള നിരന്തരം പറയലുണ്ടായിരുന്നു. അവ ഇപ്പൊ ആ സ്വർണ്ണമൊക്കെ നശിപ്പിച്ചേക്കട്ടെ, ഓനൊക്കെ ആകെ ഇതാക്കി കളഞ്ഞേക്കാണ്. അത് ഞാൻ അവിടെ നിൽക്കട്ടെ. പ്രബിൻ ആൻഡ് വിഷ്ണുജ, മരിച്ച പെൺകുട്ടിയുടെ പേരാണ് വിഷ്ണുജ, വിഷ്ണുജയുടെ ഭർത്താവാണ് പ്രബിൻ. അപ്പൊ പ്രബിൻ ഈ ഒരു വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ അത് അറിഞ്ഞത് ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ ഒരു സുഹൃത്ത് ഈ പെൺകുട്ടിയെ കാണാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു എന്നുള്ളതാണ് ഈ ഒരു അച്ഛൻ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ആ പെൺകുട്ടി, അതായത് ഈ ബിന്ദുജ, മരിച്ച വിഷ്ണുജയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് കേൾക്കണം. ഈ പല ചാനലുകളിലും ഞാൻ കണ്ടു ഈ വിഷ്ണുജയുടെ, അതായത് വിഷ്ണുജയുടെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ രണ്ടുപേരും വന്ന് പല കാര്യങ്ങൾ പറയുന്നതൊക്കെ കേട്ടു. പക്ഷെ എനിക്ക് അവര് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ കൺവിൻസിങ്, അല്ലെങ്കിൽ കുറച്ചും കൂടെയും കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് ഈ ഒരു കൂട്ടുകാരിക്കാണ് എന്ന് എനിക്ക് മനസ്സിലായി. അവർ വളരെ ആപ്റ്റായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അത് കേൾക്കണം. അതിനകത്ത് അത് നിങ്ങൾ കേട്ട് അതിൻ്റെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവിന് ശേഷം ഇവരാരും പറയാതെ ഞാൻ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ അറിഞ്ഞു. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് കേട്ടപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അതും കൂടെ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു വിഷയം അന്വേഷിക്കുന്ന പോലീസുകാർ ഇതൊക്കെ അറിയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ എന്താണെങ്കിലും ഈ പ്രജിത്ത് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ, പ്രജീഷ് അല്ലെ, പ്രബിൻ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ റിമാൻഡിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും വെറുതെ ഒരു റിമാൻഡിൽ അവനെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങി കറങ്ങി നടക്കുന്നതിന് പകരം അവന് നല്ലൊരു ശിക്ഷ തന്നെ കിട്ടണമെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാർക്ക് അതൊരു ഗുണകരമായി മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെങ്കിലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഒരു അച്ഛൻ പറയുന്ന, ഈ ഒരു വിഷ്ണുജയുടെ കൂട്ടുകാരിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴുത്തിന് കയറി പിടിക്കുകയും, അതേപോലെ അവളെ ബർത്ത്ഡേക്ക് മുമ്പ് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും കൂടെ വീട്ടിൽ പോയപ്പോൾ അവളെ മുഖത്തും കയ്യിലൊക്കെ ആകെ അടിച്ച പാടും ഒക്കെ ഉണ്ടായിരുന്നു. അത് അയാളുടെ അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു. അന്ന് രാവിലെ അയാൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അതൊക്കെ അടിക്കുകയൊക്കെ ചെയ്തിരുന്നത്. എന്നിട്ട് ഓക്കെ, എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് ആ പയ്യന്റെ അമ്മയോടാണ്, അല്ലെങ്കിൽ ആ പയ്യന്റെ വീട്ടിലുണ്ടായിരുന്ന ആ പയ്യന്റെ സഹോദരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങളും ഒരു സ്ത്രീയല്ലേ? ഇവന്റെ അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇവന്റെ അമ്മ ഒരു സ്ത്രീയാണല്ലോ. നിങ്ങളുടെ മകളെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയെ, അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയെ ആ വീട്ടിലിട്ട് അവൻ അടിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങളൊരു അക്ഷരം മിണ്ടിയില്ല? എന്തുകൊണ്ട് അവനെ തടുത്തില്ല?
എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? നിങ്ങൾ നിങ്ങളുടെ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. ഏതൊരു അമ്മയാണെങ്കിലും അതായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ചെയ്തോളൂ. പക്ഷെ അപ്പുറം നിൽക്കുന്നത് ഒരു മനുഷ്യജീവനാണെന്ന് നിങ്ങൾ ആലോചിക്കണമായിരുന്നു. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയായിരുന്നു. അത് നിങ്ങൾ മറന്നുപോയി. ഇവനെ എനിക്ക് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഈ ഒരു വിഷയത്തിൽ ഇവന്റെ അമ്മയോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ബാക്കി എന്നിട്ട് ഉച്ച വരെയായിട്ട് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവരമ്മയൊന്ന് തിരിഞ്ഞു നോക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്തേതാന്ന്. എന്നിട്ട് ഞാനും അവനും കൂടെ പോയപ്പോ അപ്പോഴവളൊന്ന് എഴുന്നേക്കുന്നേ, ആ റൂമിൽ നിന്ന് അവളൊന്ന് പുറത്തിറങ്ങി കുളിക്കുന്ന അപ്പോഴാ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. എനിക്ക് അപ്പോഴും മനസ്സിലായി. എന്നിട്ട് ഞാൻ അവളെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ തിരിച്ചു വന്ന് ജസ്റ്റ് വീട്ടിൽ സൂചിപ്പിച്ചായിരുന്നു. അവളെ സംബന്ധിച്ച് എന്താ വെച്ചാല് അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. അവള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ പഠിക്കാൻ അയാൾ ഒരു സമാധാനം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ എപ്പോഴും ഫിസിക്കലി ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യായിരുന്നു. അവൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് മറ്റു പല ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ആരോപണമൊക്കെ പറയുമായിരുന്നു. അവൾ അത്രയും കരഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നത്. അവൾ എത്ര സിൻസിയർ ആയിട്ട് നിന്നാലും അയാള് ഒരുപാട് ഉപദ്രവിക്കും. അയാൾക്ക് മറ്റു പല സ്ത്രീകളായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു വരുന്നത് വെച്ചിട്ട് അയാൾ ഫിസിക്കലി നല്ല രീതിയിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സെക്ഷുവലി ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യായിരുന്നു. അത് കൂടാതെ അത് അവന്റെ ഒരു തരം ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ മോശമായി എനിക്ക് എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ വീഴരുത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. മാക്സിമം ഞാനിത് കൺട്രോൾ ചെയ്തേ സംസാരിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവനെയൊന്നും നമ്മൾ ഇങ്ങനെ അല്ല പറയേണ്ടത്. എങ്കിൽ പോലും ഞാനത് മറക്കുകയാണ്. എന്നിട്ട് ഞാനൊരു കാര്യം പറയുന്നത്, ഇവിടെ ഈ ഒരു പെൺകുട്ടി, ഈ മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അവന് വേറെ ഏതൊക്കെയോ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു എന്ന് ഈ മരിച്ച പെൺകുട്ടിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നിവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതൊന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഞാൻ ഈ ഒരു വോയിസ്, ഈ പെൺകുട്ടി പറയുന്നതെല്ലാം നിങ്ങളെ കേൾപ്പിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞ ഒരു കാര്യം പറയാം. അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ തോന്നും. അതായത് ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു വെച്ചതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ തോന്നും. നമുക്ക് ബാക്കി കേൾക്കാം. അയാൾ ഏതൊക്കെയോ പാർക്കിൽ പോകുന്നതിന്റെ ഒക്കെ അവള് കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ വീട്ടുകാരെ വരെ മീറ്റ് ചെയ്യാൻ പോകുന്ന, അച്ഛനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാണാൻ പോകുന്നവരെ അവള് വീട്ടിൽ പോകാൻ പോലും അവര് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും അയാൾക്ക് എന്നെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്നോട് ഇനി എല്ലാം പറഞ്ഞാലോ, അങ്ങനെ ഇനി അയാള് നെഗറ്റീവായിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. അവളൊന്ന് പുറത്തിറക്കണ്ടായിരുന്നില്ല. അവള് രാവിലെ എണീറ്റ് ആ വീട്ടിലെ സകലമാന പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അയാൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അങ്ങനെയായിരുന്നു. അവളൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോവാനോ ഒന്നിനും ആക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്കാണെങ്കിൽ ഒരു ജോലി ഉണ്ടായിരുന്നില്ല. സോ വീട്ടിൽ തന്നെ ഇരുന്നോളും, വീട്ടുപണിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളും. അതേപോലെ ബാങ്ക് കോച്ചിങ്ങിന് അവളെ കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിൽ. അവൾക്ക് അതൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഹോസ്റ്റൽ റൂമിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നു. അവൾ കരഞ്ഞ് കാല് പിടിച്ച് അയാളോട് പറഞ്ഞു ഞാൻ വന്നോട്ടെ. അയാൾ സമ്മതിച്ചില്ല. അതേപോലെ തന്നെ അവളെ വീട്ടിൽ എടുത്തിട്ട് അയാൾ വേറെ പല എങ്ങോട്ടൊക്കെയോ കറങ്ങാനും ഒക്കെ പോവാറുണ്ടായിരുന്നു. ഇതിന്റെ ഓക്കെ, അവൻ കറങ്ങാൻ പോകുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിനകത്ത് കല്യാണം കഴിക്കാൻ പ്രായമായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പ്രായമായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അച്ഛനമ്മമാരൊക്കെ ഉണ്ടായിരിക്കാം. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ആരും ആരുടെയും അടിമയൊന്നുമല്ല. അതുപോലെ തന്നെ ഇന്ന് പുരുഷൻ തന്നെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ സ്ത്രീ തന്നെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത ഒരാളെ ജോലിക്ക് വിടുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. ഇന്ന് ആരും വീട്ടിലൊരു ജോലി എനിക്ക് ആവശ്യമില്ലാതെ, എനിക്കൊരു ജോലി ആവശ്യമില്ലാതെ ആ വീട്ടിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ മറ്റേ കുനിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഇന്നത്തെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും സ്വന്തമായിട്ടുള്ളത് ഈ സാധനം വേണം. ഒരു ഭർത്താവിന്റെ അടുക്കലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ അടുക്കലാണെങ്കിലും ശരി, ഭർത്താവിന്റെ ഭാര്യ അടുക്കലാണെങ്കിലും ശരി, ഈ ഒരു കാര്യം ചോദിക്കാൻ ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ എല്ലാവരും വിചാരിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പൊ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി നോക്കട്ടെ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഓരോ ജോലിക്ക്, ഓരോ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കുക എല്ലാവരും. അതുപോലെ തന്നെ ഒരു പയ്യനിപ്പം ഞാനാണെങ്കിൽ എന്നെ തന്നെ വെച്ചോളൂ. ഞാനിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് വരുന്ന വൈഫിന് എനിക്ക് ജോലിയെ തന്നെ ഉണ്ടായിരിക്കണം. ജോലി അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി തന്നെ വേണം, ഇല്ലെങ്കിൽ ഇത്രയും സാലറി ഉള്ള ഒരാളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ പോകുന്നത്, അങ്ങനെ പോകാതിരിക്കുക. അങ്ങനെയൊക്കെ നിർബന്ധമുള്ള ഒരുത്തരാണെങ്കിൽ കെട്ടാതിരിക്കടേ. എന്തിനാ അത്? ജോലിയുള്ള ഭാര്യയെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ജോലി വേണം, അല്ലെങ്കിൽ ഇന്ന ഒരു കാറ്റഗറി ഓഫ് ജോലി തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ന സാലറി ഒക്കെ ഉണ്ടായിരിക്കണം.
ഇങ്ങനൊന്നും നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുക, നമ്മുടെ പാർട്ണറിനെ നോക്കാൻ പറ്റിയാൽ നോക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ അതിന്റെ പേരും പറഞ്ഞ് ഈ ചൊറിച്ചിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നേരെ തിരിച്ചാണെങ്കിലും ശരി കേട്ടോ. ഇപ്പൊ ലവ് മാരേജ് വഴി ഇപ്പൊ ഒരാണും പെണ്ണും കല്യാണം കഴിച്ചു, ചിലപ്പോൾ പെൺകുട്ടിക്കായിരിക്കും ജോലി ഉള്ളത്, ചിലപ്പോൾ പുരുഷന് ജോലി കാണില്ല. അതിന്റെ പേരും പറഞ്ഞ് പെൺകുട്ടി പുരുഷനായിട്ട് മറ്റേ ടോർച്ചർ ചെയ്യുമോ? എനിക്കറിയില്ല, ചിലപ്പോൾ എവിടെയും കാണും കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, കാണും ചിലപ്പോൾ അങ്ങനെ. പക്ഷെ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ പാരന്റ്സും കൂടി ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ വീട്ടുകാരും എല്ലാവരും ഒന്നും മനസ്സിലാക്കുക. ഇതെനിക്കൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി ഇതിനകത്ത്. ബാക്കി അവളെ ഫോണിൽ അവള് കുറെ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാള് കളയുക ചെയ്തത് ഫോണിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർ അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. അവളെ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളെ ബാഗിൽ എപ്പോഴും കോണ്ടം പാക്കറ്റ് കരുതിയിട്ടാ പോവുക. ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല. കാരണം സ്വന്തമായിട്ട് ഒരു ഭാര്യ ഉള്ളപ്പോൾ എന്തിനാ അത് വെറുതെ കരുതുന്നത്. അതേപോലെ തന്നെ അയാളെ ഫോണിക്ക് കുറെ പേരെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോണ്ടാക്ട് ചെയ്തിരുന്ന ലേഡീസിന്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് സംശയരോഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ അവളെ കുറെ ഉപദ്രവിക്കുമായിരുന്നു. ഓക്കെ, ഇനിയാണ് എനിക്ക് മെയിൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉള്ളത്. ഞാനത് ഈ വോയിസ് മൊത്തം കേൾപ്പിച്ചതിന് ശേഷം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ വേണ്ട, ഇപ്പൊ പറയേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ ആ പെൺകുട്ടി പറയുന്ന കേട്ടല്ലോ, ഞാൻ അത് ആദ്യമേ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഈ പയ്യൻ, ഈ പെൺകുട്ടിയുടെ ഭർത്താവ്, ഇവൻ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, സ്റ്റാഫ് നേഴ്സ് ആണ്. ഞാനപ്പോ ആ രീതിയിൽ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവൻ ഈ ഒരു സ്റ്റാഫ് നേഴ്സ് ആയിട്ടുള്ള ഒരുത്തൻ അവൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ അവന്റെ ബാഗിൽ, അവൻ കൊണ്ടുപോകുന്ന ബാഗിൽ ഭക്ഷണം കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലാകാം. എന്തിനാണ് അവൻ കോണ്ടം കൊണ്ടുപോകുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? അത് എന്തിനാണ് അവൻ അത് കൊണ്ടുപോകുന്നത്? അവൻ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കള്ളപ്പരിപാടിക്ക് അവൻ പോവുകയാണ്, അത് ഓക്കെ, മനസ്സിലാക്കാം. ഇത് അവൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൻ ഈ സാധനം കൊണ്ടുപോകും. ഇത് എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യിച്ചു. എന്തിനാണ് അവൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകുന്നത്? ഞാൻ ആ രീതിയിലൊന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അറിഞ്ഞത് ഒരാൾ വഴി ഞാൻ അറിഞ്ഞതാണ്. എന്തോരം ഇതിനകത്ത് സത്യാവസ്ഥ, അല്ലെങ്കിൽ ആ പറഞ്ഞതിനകത്ത് ഞാൻ അറിഞ്ഞതിനകത്ത് എന്തോരം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. പോലീസുകാരെങ്കിലും ഒക്കെ അതിന് ഇപ്പൊ എന്തായാലും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ ആ രീതിയിലും കൂടെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സത്യമാണെങ്കിൽ തെളിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. വേറൊന്നുമല്ല, ഈ വ്യക്തിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള ഹൗസ് സർജൻസി ചെയ്യുന്ന 3 പേര്, ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്, 3 പേരുമായിട്ട് ഇയാൾക്ക് എന്തോ വഴിവിട്ട ബന്ധമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവനെ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ ഈ സാധനവും കൊണ്ട് പൊതിഞ്ഞ് ഇവൻ കൊണ്ടുപോകുന്നത്. അപ്പൊ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടി അവൻ ഭയങ്കരമായിട്ട്, ഈ മരിച്ച പെൺകുട്ടിയെ, ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി, അവന്റെ സ്വന്തം ഭാര്യയെ അവൻ സെക്ഷലി ഭയങ്കരമായിട്ട് അവൻ ഉപദ്രവിക്കുമെന്നാണ് കേട്ടത്. സോ എനിക്കും ഈ ഒരു എന്താണ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ ഇവൻ ഇത് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞതിനകത്തൊന്നും എനിക്ക് മനസ്സിലായത് ഇവൻ അത്രയ്ക്ക് മൂത്ത് നിൽക്കുന്ന ഒരുത്തനാണ്. ഇവന് നല്ല ഇങ്ങനെയൊക്കെയാണ്, നല്ല ഇടി കിട്ടേണ്ട ഒരുത്തനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇല്ലെങ്കിൽ ഇത്രയൊക്കെ മൂത്ത് പിടിച്ച് നടക്കുവാണോ? വീട്ടിലുണ്ട്, അത് പോരാ, പുറത്തുനിന്ന പൊക്കോ നീ. ഇത് പണിക്ക് പോകുമ്പോഴും അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക. അല്ലാതെ ഇവൻ ഈ സാധനം എന്തിനാ കൊണ്ടുപോകുന്നത് ആശുപത്രിയിൽ? ഇവനെന്താ ബലൂൺ മറ്റേ വീർപ്പിച്ച് ഇവന് മറ്റേ തട്ടി കളിക്കാനാ? ഇങ്ങനെ കൈ വെച്ച് കൊച്ചു പിള്ളേരെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാനാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പിന്നെ ഞാൻ ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓക്കെ, അപ്പൊ ഇതാണ് സംഗതി. ബാക്കിയും കൂടെ ഒന്ന് കേൾക്കുക. അതേപോലെ തന്നെ അവളായിട്ട് ഇത് ചെയ്തതിനു ശേഷം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പലരും ഈ രീതിയിൽ പിടിച്ചില്ലേ, നിന്നെ അവിടെ പിടിച്ചില്ലേ, ഇവിടെ അവരൊക്കെ പിടിക്കാറില്ല, ആ രീതിയിലൊക്കെ അവൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. വെറുതെ അതിനകത്ത് പറയാം, ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയല്ലായിരുന്നു. അവളവളുടെ അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്ത് പോയപ്പോൾ അവൾ വേറൊരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോയതാണ്, വേറൊരുത്തൻ്റെ കൂടെ കിടക്കാൻ പോയതാണ്, ഈ രീതിയിലൊക്കെ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞ് വെറുതെ അവൾ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. അവളന്ന് മരിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് വരെ എനിക്ക് മെസ്സേജ് അയച്ചത്, എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പറ്റുന്നില്ല, അയാൾക്ക് അവളെ ശരീരം മാത്രം മതി, അയാളൊന്ന് സംസാരിക്കുമോ? അവർ മിണ്ട് പോലുമില്ല. അവരമ്മയാണെങ്കിലും ഒരു ദിവസം അവരെ മുമ്പ് നമ്മളെ ഉപദ്രവിച്ച് സോഫയ്ക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ എതിരെ കേസിന്റെ എന്തോ കാര്യം അവളെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നുള്ള രീതി പറഞ്ഞപ്പോൾ അവരമ്മ പറഞ്ഞതാണ്, നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആരും നിങ്ങളെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ അവളെ നാത്തൂനോട് അവളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൾ ഇതിനു മുമ്പ് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ്. അതൊക്കെ അവരുടെ ഫാമിലിക്ക്, ഹസ്ബൻഡിന്റെ ഫാമിലിക്കും ഒക്കെ നന്നായിട്ട് അറിയാം. ഓൾറെഡി ഈ പെൺകുട്ടി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ്.
ചെയ്യും. അവളുടെ മാക്സിമം അവൾ ചിലപ്പോൾ വീട്ടിൽ പിടിച്ചു നിന്നതായിരിക്കാം. അവൾക്ക് അത്രയും മെന്റലിയും ഫിസിക്കലിയും ഒക്കെ അവളെ ഉപദ്രവിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി അവൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. ഇപ്പൊ വീണ്ടും അതൊരിക്കലും അവനെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴായിരിക്കും ചിലപ്പോ അവൻ ചില സൈഡിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് അവൻ ഈ പെൺകുട്ടിയെ മനഃപൂർവ്വം കൊന്നതാണെന്ന് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ പറയുന്നു അത് ആത്മഹത്യ തന്നെയാണ്. ആത്മഹത്യ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഞാൻ അവനെ തന്നെ കുറ്റം പറയുള്ളൂ. കാരണം ആ പെൺകുട്ടി മാക്സിമം അവളുടെ സഹിച്ചു കാണും ഈ ഒരു വിഷയത്തിൽ. ഞാൻ ഒരിക്കലും ആ മരിച്ച തലയ്ക്ക് മേളിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ മാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ ആളല്ല. പക്ഷെ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം. അത് വേറെ ആരും ഇതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, ചിത്രീകരിക്കേണ്ട. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഈ പെൺകുട്ടി ചിലപ്പോൾ വളരെ നല്ലൊരു പെൺകുട്ടിയായിരിക്കാം. എനിക്ക് ആ പെൺകുട്ടിയുടെ സുഹൃത്ത് പറയുന്നത് കേട്ടിട്ടും എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ ഇപ്പം ഇതിനകത്ത് പറഞ്ഞില്ല, അവസാനം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു പയ്യന്റെ അമ്മയെ തന്നെ നമ്മൾ, അമ്മയും പെങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയണം. കാരണം അവര് ഈ ഒരു പെൺകുട്ടി കേസ് കൊടുക്കാൻ, ഇതിന് മുമ്പ് ഈ ഒരു ആത്മഹത്യ പ്രശ്നങ്ങൾ ആ പെൺകുട്ടി ചെയ്യുന്ന സമയത്തൊക്കെ അവൾ പറഞ്ഞപ്പോഴത്തേക്ക്, അവൾ കേസ് കൊടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക്, നീ കേസ് കൊടുത്താൽ നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞ ഒരു അമ്മയാണ് ഈ പെൺകുട്ടിയുടെ ഒരു അമ്മായിയമ്മ എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. പോലീസുകാർ അതുകൊണ്ട് തന്നെ ഇവനെ മാത്രം പിടിച്ച് തൂക്കി അകത്തിടരുത്. എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷയാണെങ്കിലും ശരി, ഇവന്റെ വീട്ടുകാർക്ക്, ഇവന്റെ അമ്മയാണെങ്കിലും ശരി, ഇവന്റെ പെങ്ങളാണെങ്കിലും ശരി, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒന്നും പുറത്തു പറയാതിരിഞ്ഞ അവർക്കും എന്തെങ്കിലും ഒരു ശിക്ഷ ഈ ഒരു വിഷയത്തിൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വീട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി, ഇപ്പം ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കയറി ചെന്നു, ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടുകാർ ആ പെൺകുട്ടിയോട് നിന്ന്, അതൊരു പ്രശ്നം, ആ ഒരു ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ, ചെറിയ വഴക്കും തല്ലും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് സോൾവ് ചെയ്ത് പോകാൻ വീട്ടുകാർ മുന്നിട്ടിറങ്ങണമെങ്കിൽ ഈ വിഷയത്തിൽ ഇവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ കിട്ടണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നി. അതുപോലെ തന്നെ ചിലപ്പോ ഇപ്പൊ ഇവന് ഭയങ്കര സംശയരോഗമാണ്, എന്നാൽ അവൻ ഒരുപാട് വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട്, എന്നാൽ അവൻ ആ പെണ്ണിനെയും ചെറിയ സംശയമുണ്ട്. അവൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള വർത്താനങ്ങൾ അവൻ പറയുന്നു എന്നാണ് പറഞ്ഞത്. അത് അവന് നല്ല പൊട്ടീര് കിട്ടാത്തതെന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും വൃത്തികേടുകൾ അവൻ പുറത്ത് കാണിച്ചിട്ട് അവൻ ഒരിക്കലും അവന്റെ ഭാര്യയെ സംശയിക്കേണ്ട കാര്യമില്ല. ഇനി ഇപ്പൊ അവനൊരു മാന്യനായിരുന്നെങ്കിൽ, അവൻ ഈ പറഞ്ഞാണെങ്കിൽ അവന്റെ ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അവളെ കുറ്റം പറയാം, ഉറപ്പായിട്ട് ഞാൻ അവന്റെ കൂടെ നിൽക്കത്തുള്ളായിരുന്നു. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അവൻ പുറത്തുപോയി വൃത്തികേട് കാണിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തൻ അവന്റെ ഭാര്യ ഇപ്പൊ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മൾ അവളെ കുറ്റം പറയില്ല. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തുകയാണ്. ആ വീട്ടുകാർക്കും ചെറിയ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.